വയോജനങ്ങൾക്ക് പകൽ വീട്, OPയിൽ ക്യൂ ഒഴിവാക്കും. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമാക്കി ഒട്ടേറെ പരിപാടികൾ ഈ വർഷം നടപ്പാക്കുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി PK ശ്രീമതി അറിയിച്ചു. എന്താ എന്റെ കണ്ണാടി എവിടാടി? ഞാനെടുത്ത് ഇവിടെ വെച്ചായിരുന്നു. എവിടെ വെച്ചെന്ന്? എന്റെ കാര്യം നോക്കാൻ മാത്രം ഈ വീട്ടിൽ ആർക്കും സമയമില്ല. നിന്റെ തന്തയ്ക്കും ഇല്ല, നിന്റെ തള്ളയ്ക്കും ഇല്ല, നിനക്കും ഇല്ല. അപ്പൂപ്പ ഇത് പിന്നെ എന്തുവാ? സ്വന്തം കാലിന്റെ കീഴിൽ കിടന്നിട്ട കണ്ണാടി എന്തെന്ന് ഞാൻ പറയുന്നില്ല. പിടി. അത് പിന്നെ ഇവിടെ നോടി കണ്ണാടി കൊണ്ട് വെക്കുന്നേ. എളുപ്പം റെഡിയാക്കി നമുക്ക് ഒരെണ്ണം വരെ പോണം. നമുക്ക് പോകാനോ? ഞാൻ എന്തിനാടി നിന്റെ കൂടെ കോളേജിലോട്ട് വരുന്നേ? കോളേജിലോട്ടല്ല, ഞാൻ ഇന്ന് അപ്പൂപ്പനെ ഒരിടം വരെ കൊണ്ടാക്കിയിട്ടേ ഇന്ന് കോളേജിൽ പോകുന്നുള്ളൂ. ഒരിടം വരെ ആക്കിയിട്ടോ? നീ എന്തോടി എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ലോക്കപ്പിലിടാൻ പോന്നോ? നീ നിന്റെ തള്ള അത് തന്നെ ചെയ്യോടി. എന്തു പറഞ്ഞാലും പോലീസും പട്ടാളും. എവിടേക്കാ പോകുന്നതെന്ന് ഞാൻ വഴിയെ പോകുമ്പോ പറഞ്ഞോളാം. പറയുന്നില്ല. എങ്ങോട്ടാ പോന്നേന്നറിയാതെ ഈ ശങ്കരമംഗലത്തെ ഗോവിന്ദപിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങത്തുമില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നോളാം. എന്തോ വീട്ടിൽ കുത്തിയിരിക്കാന്നോ? അപ്പൂപ്പ കഴിഞ്ഞ മാസം 10,000 രൂപയെ ഹോസ്പിറ്റലിൽ കൊണ്ട് കളഞ്ഞത് അത് വല്ല ഓർമ്മയുണ്ടോ? അത് പിന്നെ ഞാൻ തണുപ്പത്തൊക്കെ കിടന്ന ആളല്ലയോടി. ആ ഗോപാലൻ വന്ന് വിളിച്ചോണ്ടല്ലയോ? അന്ന് ഗോപാലൻ വന്ന് വിളിച്ചു, നാളെ കൃഷ്ണൻ വിളിക്കും, മറ്റന്നാൾ രാമൻ വിളിക്കും. മേളിൽ നിന്നുള്ള വിളി മാത്രം ഇനി എന്നാണോ എന്തോ. ഇതാ ഇത് അപ്പൂപ്പനെ അവിടെ കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടില. ഓ ജാനകിയമ്മേ, വാ വാ വാ, ഇങ്ങോട്ട് വാ. അതിനെ കളിച്ചോണ്ടിരിക്കുന്നു. വാ പൂപ്പ. പോടി. ഞാൻ വരുന്നില്ല. അതെന്താ? എന്റെ കൊട ആരാണ്ട് എടുത്തോണ്ട് ഞാൻ വരത്തില്ല. കൊടയില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അവിടെ നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. പോ. ഈ അപ്പൂപ്പന് കൊടകാടി പതിയെ പോണം. എനിക്ക് വയ്യേ, നടക്കാൻ വയ്യേ. ഇങ്ങോട്ട് വന്നേ, അവിടെ പറഞ്ഞ സമയത്ത് എന്നെ ഗോവിന്ദപിള്ള കൈക്ക് പിടിക്കാൻ ഇവിടെ ആരും വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, മനസ്സിലായോ? ഇതെന്തോ സ്ഥലമാ? ഡേ കെയർ എന്ന് പറഞ്ഞാ? അതെ, അപ്പൂപ്പനെ പോലുള്ള സാധനങ്ങൾ പകലൊത്തുകൂടുന്ന സ്ഥലം. ഇവിടെ അപ്പൂപ്പന് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, തലകുത്തി മറിയാം, എന്ത് വേണേലും ചെയ്യാം. എന്ത് ചെയ്താലും നോക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ. ശങ്കരമംഗലത്തെ ഗോവിന്ദപിള്ളയ്ക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനുമാണ് ശങ്കരമംഗലം തറവാട്. പതിയെ പറ. എടി ചുമ്മാതല്ല. 15-ാം വയസ്സ് മുതൽ വെയിലും മഞ്ഞും കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചാടിയത്. നീയും നിന്റെ തന്തയും നിന്റെ തള്ളയും കൂടെ ചാടി അലച്ചു നടക്കുന്ന പോലാന്നോ കാര്യങ്ങള്? അപ്പൊ അതൊക്കെ പണ്ടല്ലയോ? ഇപ്പൊ എത്ര ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അതല്ല, അപ്പൂപ്പനൊന്നും ആലോചിച്ച് നോക്കിയേ. അച്ഛനും അമ്മ എത്ര നാളുകൊണ്ട് പറയുമോ നീ അവിടെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോവാന്ന്. അപ്പൂപ്പന ഒത്തിരി ഇഷ്ടം ഉണ്ടായിട്ടില്ല ഞാൻ ഇവിടെ നിന്നത്. ഏത് നേരത്താണ് ഇങ്ങോട്ട് വരാൻ കെട്ടിയത്? നീ അവരുടെ കാര്യം ഇവിടെ ശബ്ദിച്ചു പോകരുത്. ഞാൻ വരുന്നില്ല. ഗോവിന്ദപിള്ളയ്ക്ക് വാക്കെന്നും ഒന്നേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളെ ഒറ്റ നോക്കിയാ ഞാൻ ഇവിടെ വന്നത്. മനുഷ്യരെ പറയിപ്പിക്കുന്നത് ചത്തുകൂടെ നിങ്ങൾക്കങ്ങ്. ഈ അലർച്ചയും വിളിയൊക്കെ ഉള്ളു. എന്റെ കൊച്ചുമോള് തന്നെ എന്നെ ഞാൻ ചത്തൂടെ എന്ന് പറഞ്ഞല്ലേ? അപ്പൂപ്പ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ അപ്പൂപ്പ. അപ്പൂപ്പ സത്യം ഞാൻ അങ്ങനെ അപ്പൂപ്പ ഞാൻ ഇന്ന് അവർ, നാളെ നമ്മൾ. ഒരുക്കി വെച്ചാൽ ആർക്കും ഉപയോഗപ്പെടും ഈ പകൽ വീട്. ജോബിൻ്റെ അപ്പൂപ്പൻ വേഷം ശരിക്കും നല്ലൊരു അപ്പൂപ്പനായിരുന്നു. രസമുള്ള ഒരു കഥാപാത്രം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോബിൻ്റെ ഇതിനു മുമ്പത്തെ പല പെർഫോമൻസിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഈ ഒരു വേഷവും പെർഫോമൻസും ആണ്. ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. രശ്മി നന്നായിട്ട് ചെയ്തു. നമുക്ക് കൂടുതൽ വിശകലനത്തിനായി ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഇറ്റ്സ് എ വെൽ ഡൺ പീസ്. നിങ്ങൾ തിരക്കടില്ലാതെ ചെയ്തിട്ടുണ്ട്.
ഇവിടെയും എനിക്ക് പറയാനുള്ളത് ദിസ് കുഡ് ഹാവ് ബീൻ എ മച്ച് ബെറ്റർ പെർഫോമൻസ്. അതിൽ ഈ സിറ്റുവേഷൻ ഇതിനേക്കാളൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഒരു വൃദ്ധൻ്റെ അവസ്ഥ, കൊച്ചുമകളുമായിട്ടുള്ള ബന്ധം, നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം ഒരു പാസിങ് റെഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണ് ആക്ച്വലായിട്ട് ഇതിനകത്തുള്ള ഒരു ടെൻഷൻ എന്നുള്ളത് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ ഇറങ്ങി നടന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സ്റ്റേ ഉണ്ട്, എനിക്ക് നടക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് പോകാനുള്ള വിമുഖതയാണല്ലേ. പക്ഷെ ആ ഒരു സംഗതി ഒന്നും വേണ്ടവണ്ണം അങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഒരു വല്ലാത്ത ലാഗും എനിക്ക് തോന്നി. അപ്പോൾ കൺസെപ്റ്റ് വൈസ് ഇത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഇനി ആക്ടിങ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ യു ഹാവ് ഡൺ റീസണബിളി വെൽ ജോബ്. നിങ്ങളുടെ ലിമിറ്റ്സിനകത്ത് നിന്ന് നിങ്ങൾ നന്നായിട്ട് ചെയ്തു. പക്ഷേ ഈ ശരീരഭാഷയിലും എസ്പെഷ്യലി നിങ്ങളുടെ മോഡുലേഷനിലും കൺസിസ്റ്റൻസി ഒരു വലിയ പ്രോബ്ലമായിരുന്നു. പലപ്പോഴും നിങ്ങളുടെ യുവാവ് വെളിയിൽ വരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് തോന്നിയൊരു സംഗതി, ഒരു ഡയലോഗും മറ്റൊരു ഡയലോഗിനും ഇടയ്ക്കുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഭയങ്കര സ്റ്റിഫാണ്. ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം അടുത്ത ഡയലോഗ് പറയാനായിട്ട്, വളരെ സ്റ്റിഫായിട്ടിരിക്കുകയാണ്. ആ ഒരു സ്പേസിങ് വളരെ കുഴപ്പം പിടിച്ചതായിട്ട് എനിക്ക് തോന്നി. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള യു ആർ ഓൾസോ ഡൺ റീസണബിളി വെൽ. മോളൊന്ന് സംസാരിച്ചേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ശരിക്കുള്ള ഒച്ച കേൾക്കാനാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആകുന്നു. ഇത് മതി, ഇത്രയും ഒച്ച കിട്ടിയാൽ മതി. കാര്യം ത്രൂ ഔട്ട് കള്ളത്തൊണ്ടയിലാണ് സംസാരിച്ചത്. ഡയലോഗ് പറഞ്ഞത് മുഴുവനും കള്ളത്തൊണ്ടയിലാണ്. നമുക്ക് ഉള്ള ശബ്ദം എല്ലാ ശബ്ദങ്ങളും നല്ലതാണ്. ചീത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ ലോകത്തിലില്ല. അപ്പം നമ്മുടെ ശബ്ദം നമ്മൾ മനോഹരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിൽ വയ്ക്കുക. സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഓൾ ദ ബെസ്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെക്കാളും മച്ച് ബെറ്റർ ആയിരുന്നു, മച്ച് ബെറ്റർ പെർഫോമൻസ്, ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു സർ. ജോബിൻ, നമുക്ക് ഇപ്പോഴാണ് ഐ എം സ്റ്റാർട്ടിങ് ടു സീ യു ആസ് ആൻ ആക്ടർ. രശ്മി ഓൾസോ, ഐ മീൻ നമ്മുടെ ഇപ്പം നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നിങ്ങളെ 4-5 പെർഫോമൻസുകളാണ്. ആ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ബെറ്റർ. ഈ ടെൻസ്ഡ് ആവുന്നതുകൊണ്ടാണ് രശ്മി ശബ്ദം മിസ്സാവുന്നത്. യു ആർ ടെൻസ്ഡ് അല്ലേ? യു ആർ ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ അറിയാതെ ദേഹത്ത് പല സ്ഥലത്തും, എസ്പെഷ്യലി നമ്മുടെ തൊണ്ടയിലും എല്ലായിടത്തും ഒരു പിടുത്തം വരും. അന്നേരമാണ് നമ്മുടെ നാച്ചുറൽ ശബ്ദം നമുക്ക് നഷ്ടപ്പെടുന്നത്. ബട്ട് ഐ എം ഷുവർ നമ്മൾ അടുത്ത പെർഫോമൻസിലൊക്കെ അടിച്ച് പൊളിക്കണം. രണ്ടുപേരും ഡെവലപ്മെൻ്റ് ഉണ്ട് രണ്ടുപേർക്കും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോബിൻ, രശ്മി, നന്നായിരുന്നു. ഈ തീം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ സൊസൈറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വയസ്സായ അച്ഛനെയും അമ്മയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കുക എന്നുള്ളത്. സോ മൈ കൺഗ്രാജുലേഷൻസ് ഫോർ സെലക്ടിങ് ദ തീം. പിന്നെ ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യം, ജോബിൻ്റെ ഈ ഹെയർ വന്നിട്ട് ഇറ്റ് ഇസ് ടു വൈറ്റ് അല്ലേ, നന്നായിട്ട് വയസ്സായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ കുറച്ച് ആ ബോഡി ലാംഗ്വേജിൽ ഇത് ഏജിൻ്റെ ആ ഒരു ഇത് കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് ഒരു ഇത് തോന്നിയേനെ, അതിന് കുറച്ചും കൂടി ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്തേനെ. രശ്മിക്ക് ഉണ്ണി സാറ് പറഞ്ഞു ഡയലോഗ് ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ആൻഡ് വൈ ആർ യു നോട്ട് കറക്റ്റിങ് ഇറ്റ്? ടെൻഷൻ പാടില്ലല്ലോ. ഇപ്പം നമ്മൾ എത്ര പെർഫോമൻസസ് കഴിഞ്ഞു ഇല്ലേ? ടെൻഷൻ വേണ്ട. അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ എങ്ങനെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഫ്രീ വരുന്നോ അതുപോലെ ഈ പെർഫോമൻസ് വരുമ്പോഴും അത് വരണം രശ്മിക്ക് ഇല്ലേ? അതെ. പിന്നെ ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യം, ഈ നമ്മൾ ഈ ഡയലോഗ്സ് അല്ലാതെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് പെർഫെക്റ്റ് ആക്കാൻ നോക്കണം. ഇപ്പോൾ രശ്മിയിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു തെറ്റെന്താന്ന് പറഞ്ഞാൽ, മുടി ഓൾറെഡി കെട്ടിയിട്ടുണ്ട് ഇല്ലേ? അതിലാണ് ഒരു ചീപ്പ് വെച്ചിട്ടുണ്ട് വന്നത്. എന്നിട്ട് ഈ കെട്ടിയ മുടിയിൽ തന്നെ പുറകിലിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ലുക്ക്ഡ് വെരി ഓഡ്. അതിനെക്കാട്ടിലും ഒരു ഫ്രീ ഹെയർ, കാരണം കുറേ അധികം അവിടെ ഇങ്ങനെ നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മുടി കെട്ടാണ്ട് ഒന്നൊരു റബ്ബർ ബാൻഡ് ഇട്ടിരുന്നെങ്കിൽ ഓക്കെ, അതൊരു ആക്ഷൻ, പെർഫെക്റ്റ് ആയിട്ടൊരു ആക്ഷൻ കിട്ടിയേനെ. ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നന്നാക്കാൻ പറ്റും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.